ഹലോ പ്രിയപ്പെട്ടവരെ, ഒരു പനിക്കാലമൊക്കെ കഴിഞ്ഞൊന്ന് ഉഷാറായിട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. സൗണ്ടൊന്നും ശരിയായി വരുന്നേ ഉള്ളൂ. വൈറൽ ഫീവർ ആയിരുന്നു എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയായിരുന്നു. ഈ പ്രദേശത്തുള്ളവർക്കും മിക്കവർക്കും വൈറൽ ഫീവർ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പനിയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും 3-4 ദിവസവും നമ്മൾ തലയൊന്നും കഴുകാതിരിക്കുമ്പോൾ തലമുടി ആകെ ജടക്കെട്ടൊക്കെ വീണ് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവൂലേ. അന്നേരം ഓടി ചെന്ന് ഇതുപോലെ ചീപ്പ് ഉപയോഗിച്ച് ചീവരുത് കേട്ടോ. അങ്ങനെ ചീവി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടി എല്ലാം പൊട്ടിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഹെയർ സെറമോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലോ കുറച്ച് നമ്മുടെ കൈവിരലുകളിൽ തൂത്ത് എന്നിട്ട് മുടിയുടെ പുറമെയൊക്കെ ഒന്ന് പുരട്ടി കൊടുത്ത് മയപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ചീപ്പ് ഉപയോഗിച്ച് ചെയ്യാവുള്ളൂ. അങ്ങനെ മുടിയുടെ പുറമെ ഒരു എണ്ണമയമൊക്കെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമോ പച്ചവെള്ളമോ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ മുടിയുടെ പുറമെ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു 2 സ്പൂണോളം വെള്ളം ആകെ ആവശ്യമായിട്ട് വരികയുള്ളൂ കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് തലമുടിയുടെ ഡ്രൈനസ് മാറുവാനും തലമുടി ഒന്ന് മയപ്പെടുവാനും ഒക്കെ ആയിട്ട് സഹായിക്കും കേട്ടോ. ഇങ്ങനെ നല്ല രീതിയിൽ തലമുടിയൊക്കെ ഒന്ന് മയപ്പെടുത്തി നമുക്ക് മനസ്സിലാവും ആ വ്യത്യാസം. ഡ്രൈ ആയി കിടന്ന മുടിയുടെ പുറമെ എണ്ണ പുരട്ടി അതിനുശേഷം ഇതുപോലെ വെള്ളവും കുറച്ച് പുരട്ടിയൊക്കെ കൊടുക്കുമ്പോൾ ആ തലമുടിയുടെ സ്ട്രക്ചർ മാറുന്നത് നമുക്ക് മനസ്സിലാകും. അതിനുശേഷം മാത്രമേ ചീപ്പ് ഉപയോഗിച്ച് ചീകി ജടക്കെട്ടൊക്കെ സാവധാനം വൃത്തിയാക്കുവാൻ പാടുള്ളൂ കേട്ടോ. തലമുടി നല്ല രീതിയിൽ ഡീറ്റാംഗ്ലിങ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുവാൻ ശ്രമിക്കുക കേട്ടോ. ഇതെല്ലാ ദിവസവും രാവിലെ ചെയ്യേണ്ട ഒരു പ്രക്രിയ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഉരുണ്ട പല്ലകലമുള്ളൊരു ചീപ്പാണ് നമ്മൾ തലമുടിയുടെ ജടക്കെട്ട് മാറ്റുവാനായിട്ട് ഉപയോഗിക്കേണ്ടത്. പലരുടെയും പ്രശ്നമാണല്ലേ തലമുടി വല്ലാതെ ഡ്രൈ ആയി പോകുന്നത്. എന്നോട് പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തെന്തെങ്കിലും ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തലമുടിയുടെ പകുതി ഭാഗത്തോളം വരെ നല്ല സ്മൂത്തായിട്ട് തലമുടി കിടക്കും. പകുതിക്ക് താഴോട്ട്, അതായത് മുടിയുടെ അറ്റത്തോട്ട് വരുമ്പോൾ തലമുടി ഡ്രൈ ആയി പോകുന്നു, അതുപോലെ തന്നെ കട്ടി കുറഞ്ഞു വരുന്നു, പിളർന്നു പോകുന്നു എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം ഉള്ളൊരു പരിഹാരമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ തലമുടി വല്ലാതെ അലങ്കോലപ്പെട്ട് കിടക്കുമ്പോൾ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുവാനും അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ കിടക്കുവാനുമായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ്. ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളമുണ്ട്, അതിനകത്ത് റോസ്മേരി ചേർക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ എക്കാലത്തെയും തലമുടിയുടെ സംരക്ഷണത്തിന് പേര് കേട്ട 2 മെയിൻ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ്. ഇത് നമുക്ക് ഹെയർ പാക്കായിട്ട്, ഹെയർ ടോണിക്കായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ താളിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ഈ തലമുടിയിൽ നമ്മൾ എണ്ണയൊക്കെ പുരട്ടി കൊടുക്കുകയും അതുപോലെ തന്നെ ഹെയർ പാക്കൊക്കെ ഇടുകയൊക്കെ ചെയ്താലും ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഗുണത്തിനേക്കാൾ ദോഷമായിരിക്കും നമ്മുടെ തലമുടിക്ക് സംഭവിക്കുക. ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞു തരാറുണ്ട് മിക്ക വീഡിയോസിലും. തലമുടിയിൽ നമ്മൾ എണ്ണ പുരട്ടുകയും അതുപോലെ ഹെയർ പാക്ക് ഇടുകയും ഒക്കെ ചെയ്താലും ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തലമുടിയിൽ എന്താ പറയുക, താരൻ പോലുള്ള ഫംഗൽ ബാധകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ടിപ്പാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക കേട്ടോ. കുളിക്കുന്നതിന് 4-5 മണിക്കൂർ മുന്നേ നമുക്ക് ഈ കൂട്ട് റെഡിയാക്കി വെക്കാം കേട്ടോ. കുറച്ച് കരിഞ്ജീരകവും ഉലുവയും റോസ്മേരിയും ഒക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ പൊടിച്ചിട്ട് ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് വെക്കണം. രാവിലെ കുളിക്കുന്നവരാണെങ്കിൽ വൈകുന്നേരത്തെ ഫ്രഷ് കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് വയ്ക്കുക. ഒരു നൈറ്റ് ഫുൾ അങ്ങനെ വെച്ചിട്ട് രാവിലെ ഉപയോഗിക്കാം. വൈകിട്ട് കുളിക്കുന്നവരാണെങ്കിൽ രാവിലത്തെ ഫ്രഷ് കഞ്ഞിവെള്ളത്തിലും ചേർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തലമുടി കൂടി കഴുകിയെടുക്കേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് ചെമ്പരത്തി ഇല കൂടി ചേർത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ചെമ്പരത്തി ഇല നല്ലൊരു കണ്ടീഷണറായിട്ട് വർക്ക് ചെയ്യും കേട്ടോ. തലമുടിയിലെ അഴുക്കും മെഴുക്കും കളയുകയും ചെയ്യും. തലമുടിക്ക് നല്ല തിളക്കവും മിനുസവും കൊടുക്കും. നമുക്ക് നല്ല ഉറക്കമൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചിടാം, അല്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് ഞെവിടി ഇടാം കേട്ടോ. ഞാനിങ്ങനെ എളുപ്പത്തിന് ഞെവിടി അങ്ങ് ഇട്ടുള്ളൂ. ഇതിൻ്റെ സത്തൊക്കെ നന്നായി ഇറങ്ങിക്കോളും. ഒരു 4-5 മണിക്കൂർ ഇങ്ങനെ മൂടി വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ചെറുതായി ചൂടാക്കിയ ഒരു സ്റ്റീൽ തവിയിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഹെയർ ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഈ ഹെയർ ഓയിലിന് ഒരു ഇളം ചൂട് വന്നിട്ടുണ്ടാകും. ഇനി ഇതിലോട്ട് 1-2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കൂടി പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വിരൽ തുമ്പ് കൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തലമുടിയുടെ പുറമെ ഒക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. ചെവിയുടെ മുകളിലായിട്ട് നിറയ്ക്ക് താഴെയുള്ളൊരു ഭാഗമുണ്ട് 2 സൈഡിൽ, ചെന്നി എന്നൊക്കെ പറയും. ഈ സൈഡിലാണ് കേട്ടോ നല്ല രീതിയിൽ എണ്ണ പുരട്ടി കൊടുക്കേണ്ടത്. ഇതൊരു മർമ്മസ്ഥാനമാണ്.
അപ്പോൾ കുറേ നാളൊക്കെ കൂടി എണ്ണ തേക്കുമ്പോൾ അല്ലെങ്കിൽ 3-4 ദിവസമൊക്കെ നമ്മൾ എണ്ണയൊന്നും പുരട്ടാതെ നല്ലൊരു കെയർ ഒന്നും കൊടുക്കാതെ തലമുടി ഇട്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നല്ലൊരു ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ 2 സൈഡിലും നല്ല രീതിയിൽ ഓയിൽ മസാജിങ് ചെയ്ത് കൊടുക്കണം. ഇത് പെട്ടെന്നുള്ളൊരു റിസൾട്ട് തരാനായിട്ട് സഹായിക്കും കേട്ടോ. അതുപോലെ പലരും പറയുന്ന ഒരു കാര്യമാണ് തലമുടിയുടെ പകുതിക്ക് ശേഷം താഴോട്ടൊക്കെ ഇതുപോലെ ഡ്രൈ ആയി കിടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഹെയർ ഓയിലിങ്ങിന്റെ സമയത്ത് നല്ല രീതിയിൽ തലമുടിയുടെ താഴോട്ട് അറ്റത്തോട്ട് വരുമ്പോൾ നല്ല ഡീപ്പായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എണ്ണയൊക്കെ പുരട്ടി അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ശരിക്കും കുളിക്കേണ്ടത്. എങ്കിലാണ് ഈ എണ്ണയുടെ ഒരു ഗുണങ്ങളൊക്കെ നമ്മുടെ സ്കാൽപ്പിലോട്ടൊക്കെ ഇറങ്ങി തലമുടി നല്ല രീതിയിൽ വളരുകയുള്ളൂ. മിനിമം ഒരു 20 മിനിറ്റെങ്കിലും എണ്ണ പുരട്ടി വെക്കണം. പലരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയൊക്കെ പുരട്ടിയതിന് ശേഷം വീട്ടുജോലി ചെയ്യും. ഇതുപോലെ പനിയെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഡീപ്പായിട്ടുള്ള ഹെയർ ഓയിലിംഗ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എണ്ണ പുരട്ടിക്കൊണ്ട് വീട്ടുജോലി ഒന്നും ചെയ്യരുത് കേട്ടോ. കുറച്ച് നേരമെങ്കിലും റെസ്റ്റ് എടുക്കുക. നമുക്ക് വേണ്ടി കുറച്ച് സമയം 20 മിനിറ്റെങ്കിലും നിങ്ങൾ മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം 20 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഒന്നുകൂടെ ഒന്ന് ഞെവിടിയൊക്കെ പിഴിഞ്ഞ് സെറ്റായി ഇരിക്കുകയാണ്. എന്നാലും ഒന്നുകൂടെ ഞെവിടി പിഴിഞ്ഞതിന് ശേഷം അരിച്ചെടുക്കുക. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ഇതുപോലെ അടപ്പിന് ഹോളുള്ളൊരു കുപ്പിയിലോട്ട് ഒഴിച്ച് വെക്കുക കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ തലമുടിയിലോട്ട് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. പലരും ചെയ്യുന്നത് ഇതുപോലെയുള്ള ലൂസായിട്ടുള്ള ലിക്വിഡ് പരുവത്തിലുള്ള ഹെയർ ടോണിക്കുകൾ, ഹെയർ പാക്കുകളൊക്കെ പുരട്ടി ഉടനെ തന്നെ അങ്ങ് വാഷ് ചെയ്ത് കളയുന്നതായിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ എന്ത് ഗുണമാണ് നമ്മുടെ തലമുടിക്ക് കിട്ടുന്നത്? മിനിമം ഒരു 10-15 മിനിറ്റെങ്കിലും ഈ ഹെയർ ടോണിക്ക് നമ്മുടെ തലമുടിയിലേക്ക് പുരട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഈ കുപ്പിയിലൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് സ്കാൽപ്പിലൂടെയൊക്കെ നല്ല മസാജ് ചെയ്ത് തലമുടിയുടെ അറ്റത്തോട്ട് നമ്മൾ തന്നെ കൈവിരൽ കൊണ്ട് ഇങ്ങനെ ഊർത്തി ഇറക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തലമുടിയുടെ പുറമേയും സ്കാൽപ്പിലും ഒക്കെ നല്ല രീതിയിൽ എല്ലായിടത്തും നല്ല ഒരേപോലെ ആയി കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിത് നെറ്റിയിലോട്ടൊക്കെ ഇറങ്ങി വന്ന് ഇറിറ്റേഷൻ ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പഴയ തോർത്തോ ടവലോ എന്തെങ്കിലും ഒന്ന് ചുറ്റി വെച്ചാൽ മതി. കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും ഈ ഹെയർ ടോണിക്കിന്റെ ഗുണങ്ങൾ നമ്മുടെ സ്കാൽപ്പിലും തലമുടിയിലും ഒക്കെ കിട്ടുവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഹെയർ ടോണിക്കിലോട്ട് 2-3 തുള്ളി നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂ ചേർത്ത് നന്നായിട്ട് പതപ്പിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ഇത് ഉപയോഗിച്ച് നല്ല രീതിയിൽ തലമുടി ധാരാളം വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ 4 സ്റ്റെപ്പ് ആഴ്ചയിൽ 2 തവണ വീതം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തലമുടി നല്ല രീതിയിൽ തഴച്ചു വളരും. ഞാൻ ഷെയർ ചെയ്യുന്ന ഹെയർ കെയർ ടിപ്പുകളിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് ശീലമാക്കുകയാണെങ്കിൽ എന്നെപ്പോലെ തന്നെ ഈ പ്രായത്തിൽ നല്ല ആരോഗ്യമുള്ള തലമുടി സ്വന്തമാക്കാം കേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.